അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. ഇന്ന് നമുക്കിവിടെ രുചിയേറും പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു മുട്ടക്കറി ആയാലോ. നമ്മളൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അര ബൗൾ ചെറിയുള്ളി അരിഞ്ഞു വെച്ചാണ് അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 വലിയ വെളുത്തുള്ളി അരിഞ്ഞാണ് അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെറുള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തക്കാളിയാണ്, മീഡിയം സൈസുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചാണ് അത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരട്ടെ. നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 3 പച്ചമുളക് നടു കീറി വെച്ചാണ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരമുറി തേങ്ങ അരച്ച് വെച്ചാണ് അതും ചേർക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ച വെള്ളമാണ് അത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ കറി ലൂസ് ആവരുത്, കുറച്ച് തിക്കിലായിരിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ഈ സമയം നമുക്ക് ഗ്യാസ് നല്ല സിമ്മിലാക്കി വെച്ച് കൊടുക്കാം. മെല്ലെ ഇളകാതെ ഓരോ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാതെ അങ്ങനെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കയ്യിൽ വെച്ച് ഇളക്കരുത്. ഇതൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റോട് കൂടിയുള്ള ഒരു പാലക്കാട് സ്റ്റൈലിലുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇതുപോലൊരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.